ക്യാമ്പസിലാണ്. ഗേൾസ് ക്യാമ്പസിലും മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ഇവിടെ ബംഗാളിലെ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിലായതുകൊണ്ട് ഡിസംബർ സമയത്ത് എക്സാമാണ്. അപ്പോൾ കുട്ടികളുടെയൊക്കെ എക്സാമിൻ്റെ തിരക്കിലും മറ്റൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ് റൂമുകളായിട്ട്. അതുപോലെ ആ ലാസ്റ്റ് 1-2 റൂമുകൾ കുട്ടികളുടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇതാണോ ക്യാമ്പസ് എന്ന് നിങ്ങൾ ആരും അങ്ങനെ കാണണ്ട. കാരണം ഇതുപോലെയുള്ള 2-3 ക്ലാസ്സുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചാണ് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ത്വയ്ബയെ നമ്മൾ പരിചയപ്പെടുത്തിയപ്പോൾ കണ്ട ബിൽഡിങ്ങുകളെല്ലാം ഇപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ആ കാണുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഇവിടുത്തെ ഗേൾസിലെ ഹോസ്റ്റൽ സംവിധാനം. അതുപോലെ തന്നെ ഷീറ്റിൻ്റെതായിരുന്നു. 2-3 ക്ലാസ് റൂമുകളുടെ ഷീറ്റിനാൽ നിർമ്മിക്കപ്പെട്ട ബിൽഡിംഗ് ആയിരുന്നു അത് ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാ അത് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിലേക്ക് മാറി. അതുപോലെ നമ്മുടെ ഗേൾസ് ഓർഫനേജിൻ്റെ ബിൽഡിങ്ങും അതുപോലെ തന്നെ അൽഹംദുലില്ലാ ചെറിയ ചെറിയ ഡെവലപ്മെൻറ്റുകൾ ഇപ്പോൾ മുകളിലേക്കൊരു 2 റൂമുകൾ ഇപ്പോൾ പുതുതായി നിർമ്മിച്ചു. അങ്ങനെ കിട്ടുന്നത് ഇങ്ങനെ ചെറിയത് വെച്ചാണ് നമ്മുടെ ഈ ക്യാമ്പസ് നമ്മൾ പൂർണ്ണമായും ഉണ്ടാക്കിയത്. ഈ ക്യാമ്പസിനെ എന്നല്ല, ത്വയ്ബയുടെ മുഴുവനും കഴിഞ്ഞ 12-13 വർഷക്കാലത്തെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സ്റ്റൈൽ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ കാരണം നമുക്ക് ഒന്നിച്ച് അതിനുള്ള ഒരു സ്പോൺസേഴ്സോ മറ്റോ കിട്ടാത്തത് കൊണ്ടും, പിന്നെ ഇവിടുത്തെ സാഹചര്യത്തിൽ ഇവിടെ എല്ലാവരും അങ്ങനെ പെട്ടെന്ന് ഓടി വരാത്ത ഒരു ഏരിയ ആണല്ലോ, പ്രത്യേകിച്ച് ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടേക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ അതിന് പറ്റിയ വെൽവിഷേഴ്സായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ ഇങ്ങോട്ട് എത്തിപ്പെടാറില്ല. അതുകൊണ്ടുകൂടിയാണ് ചെറിയ ചെറിയ രൂപത്തിൽ ഇങ്ങനെ വെച്ച് നമ്മൾ നിർമ്മിക്കേണ്ടി വരുന്നത്. അൽഹംദുലില്ലാ എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം ഇന്ന് ഇവിടെ ഗേൾസിൻ്റെ ക്യാമ്പസിൽ ഇവിടെ ഗേൾസ് ഓർഫനേജ് പ്രവർത്തിക്കുന്നുണ്ട്. ഗേൾസ് റെസിഡൻഷ്യൽ സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഗേൾസിൻ്റെ തന്നെ ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ്, മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം, ആലിമകളും അതോടുകൂടെ തന്നെ ഭൗതിക വിദ്യാഭ്യാസമുള്ള നല്ല പൗരന്മാരായി ഉണ്ടാക്കുന്ന നല്ല റെസിഡൻഷ്യൽ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 200ഓളം വരുന്ന വിദ്യാർത്ഥിനികൾ ഇവിടെ താമസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ക്യാമ്പസായി ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാ പല ആളുകളും സഹകരിച്ച് അവരുടെയൊക്കെ പ്രാർത്ഥന മൂലം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും ഡെവലപ്പ് ആകേണ്ടതുണ്ട്, പുതിയ പുതിയ മേഖലകളിലേക്ക് എത്തേണ്ടതുണ്ട്. ബംഗാൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രദേശമാണല്ലോ. അതിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായ ഡിസ്ട്രിക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളും ഏരിയകളുമാണുള്ളത്. അതിനോട് ചേർന്ന് കിടക്കുന്ന ബംഗാളിലും അതുപോലെ ബീഹാറിലും ജാർഖണ്ഡിലും ഒറീസയിലൊക്കെ നമ്മുടെ ഇതുപോലെയുള്ള ക്യാമ്പസുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒറീസയുടെ ക്യാമ്പസിനെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ചെറിയ ഒരു യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ യാത്രക്കിടയിൽ ഇൻഷാ അല്ലാഹ് ജാർഖണ്ഡിലെ ക്യാമ്പസിൽ നമ്മൾ എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടുത്തെ കൂടി കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്രകളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളിലും അവരുടെ അധ്യാപകരിലും അതുപോലെ അവരുടെയൊക്കെ രക്ഷിതാക്കളിലൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് അവർക്കൊക്കെ നൽകട്ടെ. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരും ഉണ്ടാകണം. നേരത്തെയൊക്കെ മറ്റു ലൈവുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ആശയങ്ങളെ, ഈ സംവിധാനങ്ങളെയൊക്കെ പുതിയ ആളുകളിലേക്ക്, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നിങ്ങളുടെ പരിചയക്കാരിലേക്കൊക്കെ ഈ ഒരു വലിയ വിദ്യാഭ്യാസ സംവിധാനത്തെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തി അൽഹംദുലില്ലാ നിങ്ങളെല്ലാവരുടെയും സഹകരണങ്ങൾക്ക് വലിയ നന്ദി. അല്ലാഹു അതിന് എല്ലാം വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് നന്ദിയായി ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി